ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്ടായിരുന്നു, അപ്പോൾ ഇതും ഏകദേശം ഷോർട്ട് തന്നെ ആയിരിക്കും. അതേപോലത്തെ ഒരു കമ്പോണൻ്റ് തന്നെയാണിത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് യൂസേജ് വരുന്നത് അപ്പോൾ യൂസ് ചെയ്യണമെന്നില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ അത്യാവശ്യമായിട്ടുള്ളൊരു കമ്പോണൻ്റ് തന്നെയാണ്. അതും കണക്ടിവിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ കമ്പോണൻ്റ്, നമുക്ക് എന്തെങ്കിലും ഫയൽ, നമുക്കൊരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ ആ ഫയൽ നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡൗൺലോഡബിൾ ലിങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഡൗൺലോഡ് ആവില്ല. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കമ്പോണൻ്റാണ് ഡൗൺലോഡ് കമ്പോണൻ്റ്. അതിൽ നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടി വരും, ആ ഡൗൺലോഡ് ലിങ്ക് മാത്രം, അതേപോലെ ഏത് ഫോൾഡറിലേക്കാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഡിവൈസിൽ ഒരുപാട് ഫോൾഡർ കാണും, അപ്പോൾ ഏത് ഫോൾഡറിലേക്കാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഫോൾഡറിൻ്റെ നെയിമും പിന്നെ അതുപോലെ തന്നെ എന്ത് കൊടുക്കുക, ആ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ആ ലിങ്കും അവിടെ കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്യാണ് ഡൗൺലോഡ് കമ്പോണൻ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇവിടെ ഡൗൺലോഡ് URL വരുന്നുണ്ട്, പിന്നെ ഇതൊക്കെ ഓപ്ഷണലാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ, സപ്രസ് വാണിംഗ്, ഇതൊക്കെ നമുക്ക് ടിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ കാണിക്കും മുകളിൽ. ഇവിടെ ടിക്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലൊരു നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ അത് ടിക്ക് ചെയ്താൽ മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ സ്കാൻ ബൈ മീഡിയ സ്കാൻ, എന്ത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും ഈ ഫയൽ എന്ത് വൈറസ് ഉണ്ടോ എന്നുള്ളത്. അത് എന്താണ്, നമ്മുടെ ഫോണിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യും. ഇതൊക്കെ എന്താണ് പ്രോപ്പർട്ടി, ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് അൺടിക്ക് ചെയ്യാവുന്ന സംഭവം. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് എല്ലാം ടിക്കഡ് ആയിരിക്കും, അപ്പോൾ നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്താൽ, ഞാൻ ബ്ലോക്ക് വഴി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഡൗൺലോഡ് തന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് എന്ന് കൊടുക്കാം. നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജിൻ്റെ ഒരു ഇമേജ് അല്ല, ഒരു ഫയലിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ആ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ലിങ്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കാം. ഞാൻ ഒരു ലിങ്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ ഒരു ഫയലിൻ്റെ ഡൗൺലോഡ് ചെയ്യാണ്. ഇതൊരു ലിങ്കാണ്, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണ്. അപ്പോൾ ഞാനിതൊരു മെറ്റീരിയൽ ഐക്കൺ ഒരു ഫയൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് ഈ ഫയൽ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ലിങ്ക്. അപ്പോൾ ആ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ലിങ്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ഫയലാണ്, നമുക്ക് ഇമേജ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫയലുകൾ കൊടുക്കുക. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാൻ പറ്റും എന്ത് ചെയ്യാം. നമ്മളിപ്പോൾ ഇമേജ് ആണെങ്കിൽ ആ ഇമേജ് ഷോ ചെയ്തിട്ടാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഇമേജ് അവിടെ കാണിക്കും. അവിടെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ റൈറ്റ് ക്ലിക്കിൽ കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ലിങ്ക് ആയിരിക്കും, അതിൻ്റെ ഡൗൺലോഡബിൾ ലിങ്ക്. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫയൽ എനിക്ക് നമ്മുടെ ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ബട്ടൺ 1 ക്ലിക്ക് എന്നാണ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് മാറ്റാണ്. ഡൗൺലോഡ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റണം, അവിടെ ഡൗൺലോഡ് URL, ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇതെന്തായാലും നമ്മൾ സെറ്റ് ചെയ്യണം, കാരണം ഡൗൺലോഡ് ചെയ്യാനുള്ള URL നമ്മൾ അതിന് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താണ് ഈ ലിങ്ക് എന്നുള്ള വേരിയബിളിൽ ഞാനിത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഈ ലിങ്ക് എന്നുള്ള വേരിയബിൾ കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കണം, സേവ് ഫയൽ ആസ്. ഇതും എന്താണ് ഒരു മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഡൗൺലോഡിൻ്റെ പ്രോപ്പർട്ടിയിൽ. അതാ സേവ് ഫയൽ ആസ്, എന്ത് ഫയലായിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമുക്കൊരു ഫയൽ നെയിമും അതിൻ്റെ ഏത് എക്സ്റ്റൻഷനാണ്, .png .mp4 അങ്ങനെ എന്തായാലും എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഞാനിവിടെ ഈ ഫയലിൻ്റെ എന്ത് ചെയ്യാൻ അറിയാം, ഇതാണ് ഈ ഫയലിൻ്റെ ടൈറ്റിൽ, ഏത് ബ്ലാക്ക് 24dp.zip ഫയലാണ്. അപ്പോൾ അതാണ് ആ ഫയലിൻ്റെ എന്തൊരു ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിലായിട്ട് എന്താണ് ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ടൈറ്റിലായിട്ടായിരിക്കും നമുക്കിപ്പോൾ എന്ത് ഫയലിലാണ് ആ ഡൗൺലോഡ് ആക്കുന്ന, നമ്മളിപ്പോൾ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ എന്ത് പേരിലാണ്, ഏത് നെയിമിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് സെറ്റാക്കുന്നൊരു ബ്ലോക്കാണ് സേവ് ഫയലാസ്. ഞാനിവിടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്യുകയാണ്, എന്നിട്ട് ആ ടൈറ്റിൽ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ,
ഓക്കെ, ഞാൻ ആ ടൈറ്റിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി അതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ സെറ്റാക്കാം. എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ നേരത്തെ അതിൽ ടിക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇതൊന്നും വേണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഫയലും അതേപോലെ ഏത് നെയിമിലാണ് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്തു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫയൽ എന്ത് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഈ ഡൗൺലോഡ് എന്നുള്ളൊരു ബ്ലോക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഫയൽ അതിൽ നിന്ന് ഡൗൺലോഡ് ആവും. ഇനി അതിൽ ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കുകളുണ്ട്, ഡൗൺലോഡ് കംപ്ലീറ്റ് എന്നുള്ളത്. ഈ ബ്ലോക്ക് എപ്പോഴാണ് കോൾ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫയൽ എന്ത് ചെയ്യും, ഡൗൺലോഡ് ആവും. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇവൻ്റ് കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ആയിക്കണോ ഇല്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആപ്പ് വഴി അറിയാൻ പറ്റും. അപ്പം ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്ന വേരിയബിൾ ആണിത്, ഫയൽ പാത്ത്, ഫയൽ നെയിം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഫയൽ പാത്ത് ഒന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കും ഈ ലേബലിൽ. ഓക്കെ, ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ടെക്സ്റ്റ് ഈക്വൽ ടു ഫയൽ പാത്ത് എന്ന് കൊടുക്കുകയാണ്. ഫയൽ പാത്ത് എന്ന് അസൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലേബലിൽ ഫയൽ പാത്ത് ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ പാത്ത് കാണിക്കണം. ഓക്കെ, ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാണ്. അപ്പോൾ ഞാനൊന്ന് ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ബട്ടൺ. ഓക്കെ, ഞാനിവിടെ നോട്ടിഫിക്കേഷൻ കണ്ടോ ഡൗൺലോഡ്. ഇത് ചെറിയ ഫയലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, സ്പോട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടോ, ഡൗൺലോഡ് മാനേജർ ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്തു, ഇവിടെ ആ പാത്ത് ഏത് ഫയലായിട്ടാണോ അതിൻ്റെ പാത്ത് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്തു. ഇനി എനിക്ക് അതിൻ്റെ ഫയലിൻ്റെ നെയിം കിട്ടണമെന്നുണ്ട് എന്ത് ചെയ്യാം, ഇവിടെ ഫയൽ നെയിം കൊടുക്കുക, ഒന്നും കൂടി റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ആ ഫയലിൻ്റെ ടൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്നും കൂടി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്ത് വേണം, നമുക്ക് അതിൻ്റെ സൈസ് എത്ര MB ഉണ്ട് അല്ലെങ്കിൽ എത്ര സൈസ് ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ സൈസ് എന്നുള്ളൊരു വേരിയബിൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടി ടെസ്റ്റ് റീഫ്രഷ് കമ്പാനിയൻ. ഓക്കെ, ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, 615 ബൈറ്റ്സ് ആണത്. ഓക്കെ, അതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈറ്റ്സിനെ KB-യിലേക്കോ അല്ലെങ്കിൽ MB-യിലേക്കോ കൺവേർട്ട് ചെയ്യാം. കാരണം അത് റിട്ടേൺ ചെയ്യുന്നത് ബൈറ്റ്സിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ എത്ര ബൈറ്റാണ് എത്ര KB നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനെ മാത്ത് ബ്ലോക്കിലൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് MB-യിലേക്കും KB-യിലേക്കും എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും, ഒരു ബൈറ്റ്സ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓൺ പ്രോഗ്രസ് ചേഞ്ച്ഡ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് വലിയ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എത്ര പെർസെൻറ്റേജ് ആയിക്കണം, എത്ര ഡൗൺലോഡ് എത്ര പെർസെൻറ്റേജ് ആയിക്കണം എന്ന് നമുക്ക് എന്ത് ലേബലിലോ എന്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ആ ലേബൽ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഈ ലേബിൽ നമുക്ക് കൊടുക്കാം എത്ര പ്രോഗ്രസ് ആയാണ്. ഇത് സ്പോട്ടിൽ ചെറിയ MB ആണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ 100% കാണിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ പ്രോഗ്രസ് എന്ന് മാറ്റാണ്, എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് കൊടുത്തു കേട്ടോ, 100% ആയി സ്പോട്ടിൽ തന്നെ. അത് നമുക്ക് ഒരുപാട് ഒരു MB-കളൊക്കെ ഉള്ള ഫയലാകുമ്പോൾ എന്ത് ചെയ്യും, 1 2 അങ്ങനെ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ആണെന്ന് അതിൽ കാണിക്കും. ഓക്കെ, ഇത്ര ബ്ലോക്ക് ആയാലുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, ഈ ബ്ലോക്കുകളൊക്കെ എന്താണ് ഓപ്ഷനിലാണ്, നമുക്ക് ഫയലിൻ്റെ പാത്തും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്ര ബ്ലോക്കുകളാണ് നമുക്കൊരു ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ 3 ബ്ലോക്കുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യും വേണം, പിന്നെ എത്ര പെർസെൻറ്റേജ് ആയി നമുക്ക് അറിയണം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോക്കാണിത്. പിന്നെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബ്ലോക്കിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ചെറിയ കമ്പോണൻ്റാണ്, അധികം ബ്ലോക്കുകളൊന്നും ഇല്ല. ഓക്കെ, എന്നാൽ ഇതൊന്ന് ഓർത്ത് വെക്കുക, നമുക്ക് യൂസേജ് വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.